പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോൾസ്ന, ഹസ്ബൻഡ് ജിസ്മോൻ. ഞങ്ങൾക്ക് ദൈവം തന്ന ഒരനുഗ്രഹം ഇവിടെ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പല ഡോക്ടേഴ്സിനെയും കണ്ടിരുന്നു. കൗണ്ടിൽ ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത്, വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ 6 വർഷം ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അവസാന കാലത്ത് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു IVF ചെയ്യാമെന്ന്. പക്ഷേ IVF ചെയ്യാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ കൃപാസനത്തിൽ വരാമെന്ന് തീരുമാനിച്ചു. ആദ്യമേ തന്നെ കുറേ പേര് ഞങ്ങളോടൊക്കെ പറയുന്നുണ്ടായിരുന്നു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പാലിക്കാൻ പറ്റുമോ എന്നുള്ള പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇനി തെറ്റിപ്പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ, കൂടുതലായിട്ട് ദുഃഖിക്കേണ്ട വരുമോ എന്നൊരു പേടിയായിരുന്നു. പേടി കാരണമാണ് ഞങ്ങൾ കൃപാസനത്തിൽ വരാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവസാനം കൃപാസനത്തിൽ തന്നെ വന്നു. കൃപാസനത്തിൽ വന്ന് 2022 മാർച്ചിലാണ് ഞങ്ങൾ വരുന്നത്. മാർച്ച് 10 ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. എന്നെയും ഒരു സാക്ഷിയാക്കണേ, ഇവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ ഞങ്ങൾക്കൊരവസരം തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഉടമ്പടി തൈലം എടുത്ത് വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. മാർച്ചിൽ എനിക്ക് പീരീഡ്സായി. മാർച്ചിലാണ് ഞാനിവിടെ വന്നെടുത്തത്. മാർച്ചിൽ പീരീഡ്സായി, ഏപ്രിലും പീരീഡ്സായി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഇനി ഞങ്ങൾക്ക് മുമ്പിലൊരു വഴിയില്ല, IVF തന്നെ ചെയ്യേണ്ട വരുമോ എന്ന് ഞങ്ങൾ പേടിച്ചു പോയി. അങ്ങനെ ഞാൻ മെയ് 25 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് പീരീഡ്സ് ആവുന്നതിന് മുമ്പ് 2 ബ്രസ്റ്റിലും പെയിൻ വരുമായിരുന്നു. അങ്ങനെ മെയ്യിൽ എനിക്ക് ഇതേപോലെ പെയിൻ വന്നു. പീരീഡ്സ് ആവുന്നതിന് ഒരാഴ്ച മുമ്പാണ് സാധാരണ എനിക്ക് പെയിൻ വരാറ്. പക്ഷേ ഇത് 2 ആഴ്ച മുമ്പ് എനിക്ക് പെയിൻ വന്നു. അപ്പോൾ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. പെയിൻ കൂടിക്കൊണ്ടേ വന്നു. 2 ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് കല്ലിച്ചു പോയി. എനിക്ക് പെയിൻ കൂടിയപ്പോൾ എനിക്ക് പേടിയായി, ഇനി എന്ത് സംഭവിക്കും, മാതാവ് ഞങ്ങളെ കൈവിട്ടോ എന്ന് ഞങ്ങൾ പേടിച്ചു പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തു. കുർബാനയ്ക്ക് പോകുമ്പോൾ കാസയും പീലാസയും ഉയർത്തുമ്പോൾ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, തിരക്തത്താൽ എൻ്റെ ഗർഭപാത്രത്തെ കഴുകി വിശുദ്ധീകരിക്കണമേന്ന് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ വേദന കൂടിക്കൊണ്ട് വന്നപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വന്നു. എനിക്ക് ഒരു കപ്പ് വെള്ളം എടുത്ത് കുളിക്കാനോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു. എനിക്ക് അത്രയും പെയിനായി. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഡോക്ടറെ കാണാം, ഡോക്ടറെ കണ്ടിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, പീരീഡ്സ് ആവാനുള്ള ടാബ്ലറ്റ് വാങ്ങിക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം എനിക്ക് അത്രയും വേദന സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോയാലോ, പെയിൻ ആണെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോയാൽ മാതാവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ഉടമ്പടി എടുത്ത് 88ാമത്തെ ദിവസം ഞങ്ങൾ വിചാരിച്ചു ഡോക്ടറെ കാണാൻ പോകാമെന്ന്. അങ്ങനെ 88ാമത്തെ ദിവസം രാത്രി ആഴ്ചയിൽ 2 ദിവസമേ ഡോക്ടർ വരുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം പോയി ഡോക്ടറെ കാണണം. അതിനുവേണ്ടി ഞങ്ങൾ തലേ ദിവസം രാത്രി പ്രാർത്ഥിച്ച് കിടന്നു. മാതാവ് അനുഗ്രഹിക്കണമെന്ന് തന്നെ പ്രാർത്ഥിച്ച് കിടക്കാൻ നേരത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിച്ച് പോയി കിടക്കാൻ പോയതാണ്. പക്ഷേ എനിക്ക് തോന്നി ഒന്നും കൂടെ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ വയറ്റിലൊന്ന് കുരിശ് വരയ്ക്കണമെന്ന്. ഞാൻ അങ്ങനെ ഉടമ്പടി തൈലം എടുത്ത് വയറ്റിൽ കുരിശ് വരച്ചു. ഒരു തുള്ളി ഉപ്പും എടുത്ത് നാവിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഗർഭപാത്രത്തെ വിശദീകരിക്കണമേ, ഇതുവരെ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു രാത്രി ഉണ്ടെങ്കിലും മാതാവ് തിരുക്കുമാരനോട് ചോദിച്ചു എനിക്കൊരു കൊച്ചിനെ തരണമേന്ന്. ഞാൻ പ്രാർത്ഥിച്ചാണ് കുരിശ് വരയ്ക്കുന്നത്. അങ്ങനെ കുരിശ് വരച്ച് ഞാൻ കിടക്കാൻ വേണ്ടി ബെഡേ പോയിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. സന്തോഷത്തിൻ്റെ 3ാമത്തെ രഹസ്യം അത് ചൊല്ലി ഞാൻ കൊന്തയല്ലി അവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റപ്പോഴും എനിക്ക് പേടിയുണ്ട്. കാരണം ഈ പെയിൻ കാരണം എനിക്ക് പേടിയുണ്ട്. വർഷങ്ങളായിട്ട് എനിക്ക് പെയിൻ വന്ന് 7 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായും പീരീഡ്സ് ആവും. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ വേണ്ടി എഴുന്നേറ്റിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുമുണ്ട്, മാതാവ് അനുഗ്രഹിക്കണമേ, കൈവിടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂറിനൊക്കെ കളക്ട് ചെയ്ത് കിറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം യൂറിൻ കളക്ട് ചെയ്ത് അതിൽ ഞങ്ങൾ
ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായി. ടെസ്റ്റ് ചെയ്യാൻ റെഡിയായ സമയത്ത് അച്ചായിയാണ് ഇവിടെ ഉടമ്പടി എടുത്തിരുന്നത്. അച്ചായി പറഞ്ഞു നമുക്ക് പോയി എടുക്കാം, ഞാൻ എടുത്തോളാം, ഞാൻ നോക്കിക്കോളാം, ഞാൻ പാലിച്ചോളാം, ഞാൻ ശ്രദ്ധിച്ച് ചെയ്തോളാം എന്നൊക്കെ അച്ചായിയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചെയ്തോളാം എന്ന്. അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അച്ചായി ഉറക്കെ എത്രയും ദേളമാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ മാതാവ് ഞങ്ങളെ ഉടമ്പടി എടുത്ത് 89ാമത്തെ ദിവസം മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് 7 വർഷമായിട്ടും മക്കളുണ്ടായിരുന്നില്ല. IVF ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാതിരുന്നത്. എന്തായാലും മാതാവ് ഞങ്ങളെ ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിനെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.